5 വർഷത്തേക്ക് സ്റ്റോർ ചെയ്തിരിക്കുക. 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരും. ആയുസൊന്നും പറയരുത്. 5 വർഷം കഴിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റും. ഈസ് ദർ എനി പോസിബിലിറ്റി? ഈസ് ദർ പോസിബിലിറ്റി സ്റ്റുഡൻസ്? അങ്ങനെ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഒരു 10 വർഷത്തേക്ക് ഒരു സ്റ്റോറേജിൽ പോയിട്ട് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര താല്പര്യമാണ് നിങ്ങളൊപ്പം ജീവിക്കണമെന്ന്. അപ്പോൾ 20 വർഷം സ്റ്റോറേജിൽ വെച്ചിട്ട് നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കും. ഈസ് ഇറ്റ് പോസിബിൾ? ഈസ് ഇറ്റ് പോസിബിൾ? യെസ് ഓർ നോ? വെറുതെ പറയല്ലേ? എവിടെ എവിഡൻസ്? See, cell is one cell. Blood cell is one cell. Combination of cells becomes the organ. Combination of organs becomes the system. Combination of systems becomes it's a complex situation. If we can store one single cell, why can't we store a complex system with a complex configuration? Russian scientists have discovered it. In 2022, they have claimed that it is possible to store human beings. നിങ്ങൾക്ക് 5 വർഷത്തേക്ക് ജീവിക്കണമെങ്കിൽ നല്ല പൈസ കൊടുത്താൽ മതി. റഷ്യയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും, 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാം. ഗൾഫിലൊക്കെ പോയിട്ട് ചിലർ തിരിച്ചു വരും, കപ്പനായിട്ട് അതേപോലെ തിരിച്ചു വരും. Now this was a very crazy idea which I had in my 9th standard. അന്ന് പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് റഷ്യൻ സയന്റിസ്റ്റിന്റെ ഫസ്റ്റ് ക്ലെയിം എനിക്ക് കിട്ടിയാണ്. My point is, put up your crazy ideas. ഒരു കാരണവശാലും മണ്ടൻ ഐഡിയ എന്ന് പറഞ്ഞ് പറയാതിരിക്കരുത്. എല്ലാ മണ്ടത്തരങ്ങളുമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞോ അതെല്ലാം ലോകം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഡോണ്ട് ഹാവ് ഇൻഹിബിഷൻസ് ഓഫ് ഗിവിംഗ് യുവർ ഐഡിയാസ്. നമുക്കൊക്കെ ഇൻഹിബിഷൻസ് ആണ്. ഒരു കാര്യം പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ചോദിക്കുമ്പോൾ മടിയാണ് ഇതിനൊക്കെ ഉത്തരം പറയാനാണ്. എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, എന്തെല്ലാം ഓപ്ഷൻസ് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. സോ ഗിവ് സച്ച് ഐഡിയാസ്, സീ ദാറ്റ് ദോസ് ഐഡിയാസ്. ഇനി ആ ഐഡിയ എങ്ങനെ പ്രാവർത്തികമാക്കും അത് മറ്റുള്ളവർ നോക്കട്ടെ. നിങ്ങൾ ഫിസിക്സ് പഠിച്ചവരല്ല, സുവോളജി പഠിച്ചവരല്ല, സെല്ല് പഠിക്കുന്നവരല്ല. യു ക്യാൻ സെൽ ഔട്ട് യുവർ ഐഡിയാസ്, ലെറ്റ് അതർ പീപ്പിൾ ടേക്ക് ഇറ്റ്. യു നീഡ് നോട്ട് ബി എ സയന്റിസ്റ്റ്, യു നീഡ് നോട്ട് ബി എ ബോട്ടണിസ്റ്റ്, യു നീഡ് നോട്ട് ബി എ പേഴ്സൺ ഹു സ്റ്റഡീസ് cell science. You can just float your ideas. That becomes very important. Right now, I think whatever I am going to show is very, very crucial for you. Our driverless technology. ഇപ്പൊ തന്നെ വന്നില്ലേ, ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വരുന്നവരുണ്ട്. നമുക്ക് കാറിൽ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാം, വണ്ടി വേണ്ട സ്ഥലത്ത്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു മഹീന്ദ്ര, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടി മഹീന്ദ്ര XUV 700. ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം. ഡ്രൈവർ ബ്രേക്ക് ഔട്ടില്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഔട്ട്. ഇറ്റ് ഹാസ് കം ഓട്ടോമാറ്റിക്. ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ സിഗ്നൽ കാണിച്ചിട്ട് വണ്ടി ബ്രേക്ക് ഔട്ട് നിൽക്കും, ആക്സിഡന്റ് ഉണ്ടാവില്ല. ടെക്നോളജി വിൽ ലീഡ് us into a very fast but safe life. ഡ്രൈവർലെസ് ടെക്നോളജി 100% ആണ്, ഒരു സംശയമില്ല. 5 വർഷം കൂടെ മതിയാവും അതിനപ്പുറത്തേക്ക് പോകേണ്ടി വരും. റോബോട്ടിക്സ് ആൻഡ് പേഴ്സണൽ റോബോട്ട്സ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ യാഥാർത്ഥ്യമാണ്. ഓരോരുത്തരും ഓരോ കുഞ്ഞപ്പന്മാരെയും കൊണ്ട് നടക്കേണ്ടി വരും. ആ കുഞ്ഞപ്പൻ തീരുമാനിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും. It's not just a film story, it is going to be a reality. Space tourism. ആൾക്കാർ ഇപ്പോൾ തന്നെ കമ്പനികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത ടൂറിസം പറഞ്ഞാൽ സ്പേസിലേക്കാണ്. ഇപ്പൊ തന്നെ അവിടെ ഏജൻസികൾ കണ്ടോടിയൊക്കെ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് സ്പേസ് ടൂറിസത്തിന് പോകാൻ. അടുത്ത വെന്യൂ അതാണ്. ഓക്കെ, ഡിജിറ്റൽ ആഫ്റ്റർ ലൈഫ്. ദിസ് ഈസ് സംതിങ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിനും മെമ്മറീസും എക്സ്പീരിയൻസും കോൺഷ്യസ്നെസ്സും ഡീകോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്താൽ ആ ഹാർഡ് ഡിസ്കുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൾ മരിച്ചു കഴിഞ്ഞാൽ ആളുമായിട്ട് നമുക്ക് ഇന്റർഫേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും പോകുന്നില്ല, ശരീരം പോകും. പക്ഷെ നിങ്ങളുടെ ബ്രെയിനും കോൺഷ്യസ്നെസ്സും എക്സ്പീരിയൻസും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വെറുതെ പറയുന്നതല്ലേ. All this are inevitable to happen with technology. 2050 വരെ ഒന്നും പോകില്ല, അതിന് മുന്നേ തന്നെ ഇതെല്ലാം നോക്കണം. അങ്ങനെ മാറുന്ന ഒരു ലോകത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ BEd പ്രോഗ്രാമും മറ്റു കുട്ടികളുടെ ഡിഗ്രിയൊക്കെ പഠിച്ച് ജോലിക്ക് ശ്രമിക്കുന്നത്. How challenging it is going to be? What type of job are you going to do? You should imagine whatever you study will not fetch you opportunities in the workforce until unless you update with all these technologies. ഇതൊന്നും ഇല്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. സ്കൂൾ ഉണ്ടാവില്ല, ടീച്ചിങ് ഉണ്ടാവില്ല, ഡെഫിനറ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദേർ. 2050 ഒരു സ്കൂൾ ഉണ്ടാവില്ല, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്കൂളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവില്ല തന്നെയാണ്. നമ്മുടെ ആഗ്രഹമാണ് ഉണ്ടാവണമെന്നൊക്കെ, ഉണ്ടാവില്ല. ബട്ട് വി വിൽ ബി ഡെലിവേർഡ് ത്രൂ ദീസ് ടെക്നോളജീസ്. Until unless you are oriented with this, you will have no opportunity, right?
2025 അടുത്താണ് 50-ലേക്ക് പോകുന്നത്, കുറച്ച് താഴേക്ക് പോകുന്നത്. 25 നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടാണ്. 85 million jobs might be displaced by a shift in the division of labor between man and 85 million ആൾക്കാരല്ല, 85 million jobs. നമ്മൾ പേരിട്ട് വിളിക്കുന്ന ജോലികളുണ്ടല്ലോ, 85 million jobs ഉണ്ടാവില്ല. എപ്പോഴാണ്? അടുത്ത വർഷം. ഒരു ഓണം, ഒരു ക്രിസ്മസും കഴിഞ്ഞാൽ അധികം ദൂരമൊന്നും എത്തിക്കഴിയും. 97 million new jobs that do not exist may emerge. 97 million new jobs. ഇന്നില്ല, പേരിട്ട് വിളിക്കാനില്ല, അതെല്ലാം വരും. New jobs will be more adaptive with respect to division of labor between man, machine and algorithms. മെഷീനും അൽഗോരിതവും മനുഷ്യനും കൊളാബറേറ്റ് ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ. This is going to be a big challenge for you. Half of the employers worldwide would require reskilling by 2025. ഇന്ന് നമുക്കറിയാം 4-year undergraduate പ്രോഗ്രാമുകളാണ്, മൊത്തത്തിൽ റെസിസ്റ്റൻസ് ആണ്. അയ്യോ, ഇതിനെ മാറ്റി 4 വർഷം മറ്റേ മൾട്ടി ഡിസിപ്ലിനറി ആസാൻ, AEC, SCC, ഇതൊക്കെ ആര് പഠിപ്പിക്കും, ഇതെങ്ങനെ പഠിപ്പിക്കും, എപ്പോൾ പഠിപ്പിക്കും? We are getting disturbed because we were in a stagnant situation. അതിനൊന്ന് മാറ്റിയപ്പോഴത്തേക്ക് നമുക്ക് അസ്വസ്ഥരാണ്. This is just a signal. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതുകൊണ്ടൊന്നും നിൽക്കില്ല. ഇതിനപ്പുറത്തേക്കുള്ള വലിയ മാറ്റങ്ങളാണ് ലോകത്ത് മുഴുവൻ വരാൻ പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും അവസാനം. എഡ്യൂക്കേഷൻ is the last phase which is changing. ഏറ്റവും ആദ്യം ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു, ഏറ്റവും അവസാനമാണ് വിദ്യാഭ്യാസ മേഖല. And that will require a drastic change in the coming 5 to 10 years. Post-COVID has accelerated 70% of children entering primary school. ഒന്ന് ആലോചിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ അനിയത്തിമാരോ അല്ലെങ്കിൽ ചേച്ചിയുടെ മക്കളോ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഡ്രീം ഉണ്ടല്ലോ. ഇവൻ പഠിച്ച് 10ാം ക്ലാസ് എത്തി, ഡിഗ്രി പഠിച്ച്, പിന്നെന്താണ് 2 ഓപ്ഷനേ ഉള്ളൂ, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അല്ലേ? ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകണം. ഈ 5 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 7 വയസ്സുള്ള കുട്ടി 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒരു 15-20 വർഷം കഴിഞ്ഞിട്ട് എന്ത് ജോലി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ? പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നു? എന്ത് സിലബസാണ് പഠിപ്പിക്കുന്നു? എന്ത് ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ സിലബസ് പഠിപ്പിക്കുന്നത്? Do you know anything about what job will exist in 20 years? No idea. We are preparing students for the unpredictable options. നമുക്ക് പോലും ഇമാജിനേഷൻ പോലും വരുന്നില്ല എന്ത് ജോലി ഉണ്ടാവുമ്പോൾ. അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നു, എന്തെങ്കിലും പഠിപ്പിക്കണ്ടേ? So school is not a place for knowledge acquisition basically. School is for socialization. അങ്ങനെയാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്കൂളിൽ പോയവരൊക്കെ നിങ്ങളൊക്കെ പോലെ ആവറേജ് ആണ്. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടവരും സ്കൂളിൽ നിന്ന് ഓടിപ്പോയവരും ലോകത്തിലെ മഹാന്മാരായിട്ടാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് ഇനി മഹാനാകാൻ ശ്രമിക്കണ്ട. ഇനിയിപ്പോൾ നമ്മളെ പോലെയൊക്കെ വേണമെങ്കിൽ ഒരു പ്രൊഫസറോ അല്ലെങ്കിൽ ഒരു വൈസ് ചാൻസലറോ ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാം. ഞാൻ അപ്പുറത്തേക്കൊന്നും പോകില്ല. സോ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഗ്രാവിറ്റി അതാണ്. നമ്മളൊരു കുട്ടിയെ ഇന്ന് സ്കൂളിൽ വിടുമ്പോൾ സ്കൂളിലെ കരിക്കുലം, സിലബസ്, ഇറ്റ് ഇസ് ഇഗ്നോറന്റ് അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 20 years ടൈം. അത് കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്നതിനൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ടെക്നോളജി കൂടുമ്പോൾ ടെക്നോളജിയുടെ കണ്ടന്റ് കൂടും. അൽഗോരിതം വരുന്നോ അത് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഇല്ല. അതൊരു സ്പെഷ്യലൈസേഷൻ അല്ല, അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. അതെല്ലാം ഇംഗ്ലീഷും സയൻസും പഠിക്കുന്നവരെ പഠിക്കേണ്ട വിഷയമായിട്ട് മാറ്റേണ്ടി വരും. ലൈഫ് ലോങ് ലേണിംഗ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ പറയുന്ന ആശയമല്ലെങ്കിൽ അത് സർവൈവലിന്റെ ലീഡായി മാറും. വിത്തൗട്ട് കണ്ടിന്യൂസ് ലേണിംഗ് nobody is going to exist. I read a report today morning while coming in the car. അവർ പറയുന്നത് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ആവശ്യമുണ്ടാവില്ല ജോലിക്ക്. അതുള്ളവർക്ക് ജോലി കിട്ടില്ല എന്നല്ല, കിട്ടും. വർക്ക് ഫോഴ്സ് will be looking for skilled people. Will be looking for competent people. സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ജോലി കിട്ടാനുള്ള സാധ്യത. ഏറ്റവും ശമ്പളമുള്ള ജോലി ഏതാണ്? ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ജോലി ഏതാണെന്ന് അറിയാമോ? പ്രസിഡന്റിന് വലിയ ശമ്പളമുണ്ടോ? എനിക്കറിയില്ല. അല്ലേ? ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഏതാണ്? സ്പോർട്സ് പേഴ്സൺ 1-2 പേര് കിട്ടുമായിരിക്കും. ഓക്കെ, ഐ അഗ്രി വിത്ത് ദാറ്റ്. ഐ കം ടു ദാറ്റ്. ജനറലി നിങ്ങൾ ലിസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇപ്പം നോക്കണ്ട,
പിന്നീട് ഗൂഗിളിൽ നോക്കിയോ, സിഇഒസ് ആണ്. സിഇഒസ് കിട്ടുന്ന ശമ്പളം വേറെ ഒരു ജോലിക്കും കിട്ടുന്നു. എന്താണ് സിഇഒസിന്റെ കഴിവ്? ഇന്നോവേറ്റീവ്, അനാലിറ്റിക്കൽ സ്കിൽസ്, കോംപ്ലക്സ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, റിലേഷൻഷിപ്പ് സ്കിൽസ്, നെഗോഷിയേഷൻ സ്കിൽസ്, നോട്ട് ക്വാളിഫിക്കേഷൻസ്. ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. നിങ്ങൾ സിഇഒ ആകുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഈ സ്കിൽസ് ഉണ്ടോ, ഹ്യൂമൻ സ്കിൽസ് ഉണ്ടോ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉണ്ടോ, യു ക്യാൻ ബി ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ലിസ്റ്റ് വരില്ല. 8ാമത് തന്നെയാണ് ഡോക്ടേഴ്സ് വരുന്നത്. IAS ഓഫീസേഴ്സും വരുന്നില്ല. പ്രസിഡന്റ് എനിക്കറിയില്ല, ഞാൻ നോക്കാം. ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് പഠിക്കാറില്ല. നൗ ലുക്ക് വാട്ട് ഈസ് ദ വർക്ക് ഫോഴ്സ്. എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത്? പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ആർ കോമ്പറ്റന്റ് ഇൻ ടേംസ് ഓഫ് creative dimensions, innovative dimensions, analytical thinking, problem solving skills, negotiation skills, relationship skills, communication skills. അത് മാത്രം മതി. ഡിഗ്രി പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് CEO ആകാമെന്നുള്ളത്. അതുകൊണ്ട് നാളെ TC വാങ്ങിച്ചു പോയത്. അന്ന് യൂണിവേഴ്സിറ്റിയിൽ മൊത്തത്തിൽ കുട്ടികളില്ലായിരിക്കണം. ഈ ക്ലാസ് എടുക്കുന്നത് കുട്ടികളെല്ലാം TC വാങ്ങിച്ചു പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് നമുക്ക് പോരും. ഞാൻ പറഞ്ഞതല്ല, along with your degrees, if you are not skilled, you won't be taken. This alone will not suffice your appointments. Labor market trend, okay, clear ആണെന്നില്ല തോന്നുന്നു അല്ലേ? അടുത്ത 5 വർഷത്തിൽ മാറ്റം വരാൻ പോകുന്ന മേഖലകൾ. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു. ഗവൺമെന്റ് പബ്ലിക് സെക്ടർ സെക്കൻഡ് പ്രയോറിറ്റി ഓഫ് ടോട്ടൽ ചേഞ്ച്. ഒന്നും ഉണ്ടാവില്ല, ഈ പോസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കൊന്നും വേണ്ടേ, ആ പോസ്റ്റൊന്നും ഉണ്ടാവില്ല. സാർ റിട്ടയർ, സംശുദ്ധ സാർ റിട്ടയർ ചെയ്യുമ്പോൾ പൊട്ടയാണ്. സംശുദ്ധ സാർ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ പോസ്റ്റിൽ കയറാൻ ആഗ്രഹിക്കേണ്ട, ആ പോസ്റ്റ് ഉണ്ടാവില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. There might be teachers post, but not zoology alone. Zoology will have to combine with something else. Probably with artificial intelligence or robotics or algorithms. ഇതുണ്ടാവില്ല. അപ്പം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്കില്ലിംഗ് ഇല്ലെങ്കിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അധികം താമസിയാതെ വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ലെവലിൽ നാവിഗേഷൻ ഉണ്ടാകണം. The system won't navigate you. The education system will never navigate you. Can you have a personal navigation? എൻ്റെ ആവശ്യം ഇതാണ്, എനിക്ക് എക്വിപ്പ് ചെയ്യേണ്ട സ്കിൽസ് ഇതാണ്, എൻ്റെ മേഖല ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജേർണി നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചാൽ you will be acquiring better skills. You will be acquiring better competencies. You will also be getting good knowledge so that you are being taken by the workforce. Job decline ഒക്കെ നല്ല സ്ലൈഡ്സ് ആയിരുന്നു. Future jobs will be looking for. എനിക്കൊരു ക്ലാസ് നിർത്താനാണോ കറണ്ട് ഓഫ് ചെയ്തത്? ചിലർ തന്നെയുണ്ട്, ക്ലാസ് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇയാൾ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ പിന്നെ കറണ്ട് ഓഫ് ചെയ്ത് ഇയാളെ പുകച്ചേക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെയാണോ? ഇല്ല, കേസില്ല. അവരും മനസ്സിലായി ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യം. Okay, top skills in the future will be analytical thinking and innovation. ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം എടുത്ത് പറയുന്നു. Active learning, critical thinking, complex problem solving, skills in self management. ഇന്നിപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കാൻ വരുന്ന കോഴ്സ് ഏതാണെന്നറിയാമോ? ആ അറിയോ? സൈക്കോളജി. സൈക്കോളജിക്കാണ്. എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് മുഴുവൻ പ്രശ്നം അതെന്തായാലും ഉണ്ടാവും. ഇനി അങ്ങോട്ട് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും. അവരെ മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വേണമല്ലോ. നല്ല ചാൻസ് ആണ് സൈക്കോളജിസ്റ്റ്. മൊത്തം പ്രശ്നക്കാരെ, കുടുംബത്തിലെ പ്രശ്നം, സമൂഹത്തിലെ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, റിലേഷൻഷിപ്പിലെ പ്രശ്നം അല്ലേ, അല്ലാതെയുള്ള എക്കണോമിക്കൽ ഇഷ്യൂസ്, സൊസൈറ്റൽ ഇഷ്യൂസ്, റിലീജിയസ് ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ പോകുന്ന മേഖല സൈക്കോളജിയിലാണ്. അവിടെ അയാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ലാസ്റ്റ് സ്കിൽ. എന്താണ്? സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്. അതുണ്ടെങ്കിൽ യു വിൽ ബി ടേക്കൺ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരാളെ കൂടെ അപ്പോയിന്റ് വരില്ലേ? നിങ്ങളൊക്കെ ജോലിക്ക് വയ്ക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എടുക്കണം നിങ്ങളെ നോക്കാനായിട്ട്. അപ്പോൾ ഇരട്ടി ശമ്പളം കൊടുക്കണം. This becomes a very important skill, self-management skills. Okay? I'll give you a survey which was done on engineering graduates. നമ്മൾ ഈ നാക്കിന് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുമല്ലോ. ഏതൊക്കെ കോളേജിൽ നിന്ന് കുട്ടികളുണ്ട് ഇവിടെ? ഇവിടെ ഉള്ളത് മാത്രമേ ഉള്ളൂ? പുറത്തുള്ള ആരെങ്കിലും കോളേജ് ഉണ്ടോ? പോയി അവർ കേൾക്കേണ്ടതാണ് അല്ലേ?
പിന്നെ നാക്കിന് ഫീഡ്ബാക്ക് എടുക്കും. നമ്മൾ പിന്നെ കുട്ടികളെ ഇന്റേൺഷിപ്പിന് വിട്ടു, അവിടുന്ന് ഫീഡ്ബാക്ക് എടുത്തു. അതെല്ലാം ഗ്രാഫൊക്കെ ആക്കി വെച്ചിട്ട് അതേ ഗ്രാഫിന് അടുത്ത വർഷം നമ്മൾ വയ്ക്കും. നാക്കിനെ പറ്റിക്കുന്നു അല്ലേ? ഒരു കോളേജ് തീരുമാനിച്ചു ജെന്യുവിനായിട്ടൊരു ഫീഡ്ബാക്ക് എടുക്കും. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്ലേസ്മെൻ്റ് ആണല്ലോ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലി കിട്ടിയ ജോലി ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് പോയിട്ട് ആ സ്ഥാപനത്തിൽ പോയി അവിടുത്തെ മേധാവിയോട് ടോക്ക് ടു എവരിവൺ, അവർ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരോട് സംസാരിച്ചു, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടികൾ. അപ്പോൾ അവർ ഒരു ലിസ്റ്റ് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നം എന്നുള്ളത്. അത് ഞാൻ കാണിച്ചു. They lack fundamental knowledge, number 1. Okay? They lack knowledge of current development. ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ള ഒരു കാര്യം അവർക്ക് അറിയില്ല. കാരണം സിലബസ് 10 വർഷം മുന്നേയാണ്. അവരെ കുറ്റമൊന്നും കാര്യമില്ല. They lack practical skills. തിയറിയൊക്കെ അറിയാം, മാർക്കൊക്കെ വാങ്ങിച്ചു, ഒരു കാര്യം ചെയ്യാൻ അറിയില്ല. Unable to recognize engineering drawings. ഇന്നും നിലനിൽക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് കണ്ടാൽ ഇതെന്താ ഡ്രോയിങ് എന്നറിയില്ല. Lack of analytical ability, willingness to learn, managerial skills and creativity. നേരത്തെ പറഞ്ഞതിൽ ടോപ്പിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതും വേണം, ഒട്ടും പോസിറ്റീവ് അല്ല. ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് സ്റ്റെബിലിറ്റി. മൊത്തത്തിൽ കുറെ ലാക്ക് മാത്രമേ ഉള്ളൂ. ശമ്പളം അത് കാരണം ലാക്കിൽ താഴെ കൊടുക്കുള്ളൂ. കാരണം മൊത്തം ലാക്കാണ്. വന്ന വ്യക്തി മുഴുവൻ ലാക്കോടെ വന്നത്, പിന്നെ അയാൾക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. This engineering institute took it back to the curriculum. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് എഞ്ചിനീയറിംഗ് മാത്രം പോരാ, സോഫ്റ്റ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും റിലേഷൻഷിപ്പ് സ്കിൽസും കരിക്കുലത്തിന്റെ ഭാഗമാക്കണം എന്ന സ്ഥാപനം തീരുമാനിച്ചു. ദിസ് ഇസ് ആക്ച്വൽ ഫീഡ്ബാക്ക്. ബിക്കോസ് എന്താണോ വർക്ക് ഫോഴ്സ് ആവശ്യപ്പെടുന്നത് അതിനുള്ള എക്വിപ്പിംഗ് ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തിയറിയും പഠിപ്പിച്ച് വിട്ടാൽ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, ഇവർ പ്രാപ്തി നേടാൻ പറ്റാത്ത അവസ്ഥ വരും. ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ എഴുതി കൊടുത്തു. We expect people with good planning skills. We expect people with good appearance. We expect people with good manners. അതും സിലബസ് വെച്ചാണ് നോക്കണേ. സിലബസ് മൊത്തം മാറി വരും. ക്രിയേറ്റീവ്, ഗുഡ് കസ്റ്റമർ സർവീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വെർബൽ റൈറ്റിംഗ് ഒട്ടുമില്ലല്ലോ. ഫ്രണ്ട്ലി ആയിരിക്കണം, ലിസണിംഗ് സ്കിൽസ് തീരെ ഉണ്ടാവും. Entrepreneur, presentation skills, qualifications of course, organizational management, working with others, ICT skills, motivated, confidence, time management, positive attitude, dependable, understanding, working in teams, trustworthy. ഇത് വേണമെങ്കിൽ ഒരു സ്നാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് വീട്ടിൽ പോയിട്ട് ടിക്ക് ചെയ്തു. എന്തായാലും ഇതൊക്കെ തന്നെയാണ് എല്ലാ മേഖലയിലും ചോദിക്കാൻ പോകുന്ന കഴിയുന്നത്. ഇത് നിങ്ങളുടെ കരിക്കുലത്തിലുണ്ടോ? ഇനി കരിക്കുലത്തിലുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിക്വയർമെന്റ് ആണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു വർക്ക് ഫോഴ്സിൽ നിങ്ങളെ അധികം നാള് വെക്കില്ല, അറിയാതെ അപ്പോയിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കാരണം നോക്കി നിങ്ങളെ പുറത്താണ്. മെറിറ്റ് ഇസ് ഗോയിങ് ടു കം ബാക്ക്. ഇതൊരു വീലാണ്. ആ ടോപ്പിക്കിൽ ഇവിടെ തന്നെ മനുഷ്യ ടീച്ചർ തീരുമാനിച്ച വീലുണ്ടല്ലോ. ആ വീലെന്താണെന്ന് ഞാൻ പോകുന്നതിന് ചോദിക്കുന്നത് മനസ്സിലായില്ല. ആ വീല് പോലെയാണ്. നമുക്കറിയാം സ്വാധീനങ്ങളിലെ ജോലി കിട്ടുള്ളൂ, അതൊക്കെ മാറുവാണ്. അങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കില്ല. You cannot have foolish people and run a good business. ഞാനത് ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ ബന്ധുക്കാരെ ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ? അത് പൊട്ടിപ്പൊളിഞ്ഞു പോകില്ലേ? ആരും ഞാൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആൾ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ, എല്ലാ ഓർഗനൈസേഷനും മാറി ചിന്തിച്ചു തുടങ്ങി. സോ മെറിറ്റ് വിൽ കൗണ്ട്, കോമ്പിറ്റൻസീസ് വിൽ കൗണ്ട്. അധികം താമസിയാതെ വരും. എല്ലാ സ്ഥാപനത്തിലും മെറിറ്റും കോമ്പിറ്റൻസിയും സ്കില്ലും ഉള്ളവരെ മാത്രം അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കാലം വരാൻ പോവാണ്. കാരണം അടുത്ത ആൾക്കാർ ഈ സ്വാധീനങ്ങളുടെ കാലഘട്ടം കഴിയുമെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാനുണ്ട്. ഡെഫിനറ്റ് ആണ്. കാരണം അത്രയും പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ എക്കണോമിക്കലിയും സോഷ്യലിയൊക്കെ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും നേരിടുന്നത്. ഇനിയും തമാശ കളിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ബി വെരി വെരി അനാലിറ്റിക്കൽ ഇൻ ടേംസ് ഓഫ് എവറി റിക്രൂട്ട്മെന്റ്. സോ നീഡ് ഫോർ റീസ്കില്ലിംഗ്, നീഡ് ഫോർ അപ്സ്കില്ലിംഗ്, നീഡ് ഫോർ ന്യൂ സ്കില്ലിംഗ് ആൻഡ് പ്രോബബ്ലി നീഡ് ഫോർ അൺസ്കില്ലിംഗ്. എന്തൊക്കെയാണ് ഉള്ളത്? ഉള്ള സ്കില്ല് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, റീസ്കില്ല് ചെയ്യണം, അപ്സ്കില്ല് ചെയ്യണം. വിൻഡോസ് അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ 2050 വരെ ഓടില്ല, എന്തായാലും ഉറപ്പാണ്. ആൾക്കാരുടെ ദൂരെ വെച്ചത് അപ്ഗ്രേഡിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്, അപ്സ്കില്ലിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്, അൽഗോരിതംസ്, AI, റോബോട്ടിക്സ്. ഒഴിച്ചുകൂടാൻ പറ്റില്ല.
സെൻസേഴ്സ്, ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കും മൊത്തത്തിൽ. ന്യൂ സ്കില്ലിംഗ് വരണം. ഈ പണ്ട് പഠിച്ചത് പ്രഗത്ഭരായിട്ട് നല്ല ഗ്രേഡൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അൺസ്കിൽ ചെയ്യേണ്ടി വരും. അതിന് വേണ്ട, ആ ഒരു കാലം കഴിഞ്ഞു. ആ രീതിയിലുള്ളൊരു എക്യുപ്പിംഗ് ഇല്ലെങ്കിൽ ഏത് മേഖലയിലും, ഈവൻ ടീച്ചർ എഡ്യൂക്കേഷൻ, യു വോണ്ട് ബി ഏബിൾ ടു സർവൈവ്. No doubt about it. So I think this session should be a challenge for you. This is a very young age. You can still start your journey from here. It's not too late. But നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലം കഴിഞ്ഞു പറയാം. No, that is also not wrong, not right. But for you, there is an opening. Provided you go with the actual need of the future, you will be able to deliver and be successful. എഡ്യൂക്കേഷൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടബിൾ പോയിന്റ്സ് ആണ്. ഞാൻ എനിക്ക് പറയുന്നില്ല, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു പോകാം. കാരണം അതിന് ചെറിയ മാറ്റം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ എനിക്ക് ഒന്നുമല്ല. ഇപ്പോൾ സാർ എനിക്കിവിടെ ക്ലാസ് കേട്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെ സിമ്പിളാണ്. കാരണം അത്രയും ഭീകരമായ മാറ്റമാണ് 2050 നമ്മുടെ സമൂഹത്തിൽ വരാൻ പോകുന്നത്. ഇത് നമുക്ക് തടയാൻ പറ്റില്ല. വി കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ് വിൽ ഇന്നെവിറ്റബിളി ഹാപ്പൻ. only thing is how we adapt to that is more important. രണ്ട് ഒബ്സർവേഷൻ സുപ്രീം കോടതി പറഞ്ഞു. ടുഡേസ് എഡ്യൂക്കേഷൻ ഹാസ് ഫെയിൽഡ് ടു റിഫോം ഹ്യൂമൻ ബിഹേവിയർ. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് മനുഷ്യരുടെ പെരുമാറ്റത്തിന് മാറ്റം എന്നുള്ളത്. നോളജ് അല്ല. നോളജ് ഇസ് നോട്ട് എ വെരി ബിഗ് ഡൊമെയിൻ. നോളജ് യു ക്യാൻ ഗെറ്റ് ഫ്രം എനിവേർ. You don't require formal institutions for that. But behavioral change, socialization, working with others, respecting others, appreciating the diversity of individuals, ഇതെല്ലാമാണ് ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും പലതാണ്, അവരും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആശയങ്ങളെല്ലാം വരുന്നതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഇസ് വിത്ത് ഇൻക്രീസ് ഇൻ ലിറ്ററസി ലെവൽ there is a decline in human values. So called Kerala with high literacy level. നമുക്കറിയാം നമ്മുടെ വാല്യൂ സിസ്റ്റം അറിയാം. വാല്യൂ ഇസ് എ വെരി റിലേറ്റീവ് കോൺസെപ്റ്റ്. ക്യാൻ ചേഞ്ച് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഡെൻമാർക്കിൽ ഒരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത റൂം എയർബിഎൻബിയിലാണ്. എയർബിഎൻബി അറിയോ? ചീപ്പസ്റ്റ് ആയിട്ട് റൂം കിട്ടുന്ന സാധനമാണ് എയർബിഎൻബി. എയർബിഎൻബി എന്ന് പറഞ്ഞാൽ ആൾക്കാർ താമസിക്കുന്ന വീട്ടിൽ ഒരു മുറി നമുക്ക് തരും. ഹോട്ടലിനെക്കാളും ചീപ്പ് അക്കോമഡേഷനാണ്, നല്ല അക്കോമഡേഷൻസാണ്. അപ്പോൾ ഞാൻ താമസിച്ചത് ആ വീട്ടിൽ ഒരു റൂം, എയർബിഎൻബി റൂം എന്ന് പറഞ്ഞാൽ ലേബിൾ ഉണ്ടാവും, കോമൺ കിച്ചൺ ഉണ്ടാവും, കോമൺ ബാത്റൂം ഉണ്ടാവും, അപ്പുറത്ത് വീട്ടുകാരും താമസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലേഡിയാണ് അവിടെ താമസിക്കുന്നത്. ഒരു 60 years ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ 12 മണിക്കാണ് അവിടെ എത്തുന്നത് രാത്രി. അപ്പം താക്കോൽ മെസ്സേജ് ഒന്നുമല്ല, താക്കോൽ വെളിയിൽ ഹാങ് ചെയ്തിട്ടുണ്ട്, തുറന്ന് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കയറി ഞാൻ അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ കോൺഫറൻസിന് പോയി. തിരിച്ചു വന്ന് വൈകുന്നേരം അപ്പോൾ ഇവരെ കണ്ടത്. അപ്പോൾ കുറച്ച് സംസാരിച്ചപ്പോഴാണ് അവർ മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, മൈ ഹസ്ബൻഡ് സ്റ്റേസ് ദെയർ. ബിന്ദുവിൽ കൂടെ കാണിച്ചത്, മൈ ഹസ്ബൻഡ് സ്റ്റേസ് ദെയർ. വി ആർ സെപ്പറേറ്റഡ് ഫോർ ഓൾമോസ്റ്റ് 6-7 years. സ്വാഭാവികമാണ്, അതൊക്കെ അവിടെ വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ ഇവിടെ ഇപ്പം വളരെ സ്വാഭാവികമായിട്ട് വരുവാണ്. അവർ പറഞ്ഞ്, എവറി ഡേ ഐ ഗോ ടു മൈ ഹസ്ബൻഡ്സ് പ്ലേസ് ബിക്കോസ് ഐ ഹാവ് ടു ടേക്ക് ദ ഡോഗ് ഫോർ എ വാക്ക്. പട്ടിയെ നടത്താനായിട്ട് ഞാൻ എല്ലാ ദിവസവും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി പട്ടിയെ നടത്തിച്ച് തിരിച്ചു കൊണ്ടേ കെട്ടുമെന്നാണ്. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഇവിടെ ഡൈവേഴ്സ് ചെയ്ത ഏതെങ്കിലും ഭാര്യമാർ ഭർത്താവിൻ്റെ വീട്ടിൽ പട്ടിയെ നടത്താൻ കൊണ്ടുപോകുന്നത് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. There's a value there. Look, see, they are separated because അവര് നമ്മുടെ ഇവിടെ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആൾക്കാർ തമ്മിലും കുടുംബം തമ്മിലൊന്നും അല്ല, ചേരി തിരിഞ്ഞടിക്കും. പിന്നെ അവിടെ ഒരാളെ ഇങ്ങോട്ട് കേൾക്കില്ല. അതാണ് നമ്മുടെ ഡൈവേഴ്സ് പറ്റുന്നത്. ഇതല്ല. I was so surprised. I go every day because I have to take the dog for a walk. എന്തൊരു നല്ല വാല്യൂ സിസ്റ്റം ആർക്കുള്ളത്. 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ tomorrow my boyfriend will be coming home. നമ്മൾ ഓക്കെ. അപ്പോൾ ഞാൻ കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ ഒരു താടിയൊക്കെ വെച്ച് ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും. ഞാൻ കൈയൊക്കെ കാണിച്ചു. There's a different system of life which we cannot imagine. അത് നമ്മൾ പറയുന്നത് എന്താ, അവർക്കൊന്നും ഒരു വാല്യൂ ഇല്ല. They don't have value. നമുക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. ഇന്ത്യൻ സിസ്റ്റത്തിലാണ് every system has its own values. It's all about humanity. It's all about consideration of others, whether human or animal or the total ecosystem. അതാണ് വാല്യൂ എന്ന് പറയുന്നത്. അതിന് ഇറോഷൻ വന്നിട്ടുണ്ട്. So education has to rewind these two things. Modifications in human behavior as well as improving the value system, which is a relative term, of course. അവിടെയാണ് നമുക്ക് ഈ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ്. നമ്മൾ അറിയണം, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ വരാൻ പോകുന്ന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ജോലി കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയുള്ള കോഴ്സിന് ജോയിൻ ചെയ്യരുത്. You should be able to join programs where you should be able to predict
ഇപ്പൊ ഹോട്ടായിട്ടുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഒരു 10 വർഷം കഴിഞ്ഞ് ഹോട്ടായിട്ടുള്ള ഏരിയ ഉണ്ടോ? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊക്കെ സ്കിൽസാണ്, ഏതൊക്കെ മേഖലകളാണ്. I'll skip. This is very important. Students should be architects of their own education. Don't blame anyone. ഇത് നിങ്ങൾ സൈക്കോളജിയിൽ മാത്സിലൂടെ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? സൈക്കോളജിയിൽ പഠിച്ചു കഴിഞ്ഞോ? ഇല്ല. ബി.എഡിന് അങ്ങനെ എന്ത് ചോദിച്ചാലും പഠിച്ചിട്ടില്ല എന്ന് പറയും. അത് പഠിക്കാൻ വേണ്ടത് നീ ബി.എഡ് കഴിക്കുന്നതല്ല, അന്നേരം പഠിച്ചിട്ടില്ല എന്ന് പറയും. കേട്ടതെല്ലാം മറന്നു പോകുന്ന ഏക കോഴ്സാണ് ബി.എഡ്. കാരണം പിന്നെയും ക്ലാസ് എടുക്കുക. കാരണം എന്താ, അന്നേരം ഇങ്ങനെ പോകും. ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്നും അകത്തേക്ക് പോകില്ല. ഓക്കെ, മാത്സിലൂടെയും പ്രോജക്ട്സിന്റെ തിയറിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വി ആർ അവർ ആർക്കിടെക്ട്സ്. നമ്മളാണ് നമ്മുടെ പിക്ചർ, നമ്മളാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. എൻ്റെ ചിത്രം എങ്ങനെ വേണമെന്ന് വരയ്ക്കുന്നത് ഞാൻ തന്നെയാണ്. ഐ എം ടു ഡിസൈഡ് ഹൗ ഐ ഷുഡ് ഡ്രോ മൈ പിക്ചർ. ഇറ്റ്സ് നോബഡി എൽസ് ടു ഡിസൈഡ്. സോ യു ആർ യുവർ ആർക്കിടെക്ട്സ്. നമുക്ക് ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റണം. ആ മാറ്റങ്ങൾക്ക് നമ്മുടെ സാധ്യത വെച്ചുകൊണ്ട്, നമ്മുടെ കഴിവ് വെച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യാനുള്ളൊരു ജേർണി പാത്ത് നമുക്ക് എടുക്കാൻ പറ്റും. That is very, very important. I'll skip. Know this picture? ആർക്കെങ്കിലും അറിയാം പിക്ചർ ഏതാണ്? 3 ചാൻസ് വരും മൊത്തം ക്ലാസ്സിന്. കറക്റ്റായിട്ട് പറഞ്ഞ ഒരു സമ്മാനം വരും. അല്ല, ഇതെന്താണെന്ന് ചോദിച്ചു. വാട്ട് ഇസ് ദിസ് പിക്ചർ? യെസ്. ഇനി വെരി ഗുഡ്. ഡേവിഡ് എന്താണ്? ആര് സൃഷ്ടിച്ചാണത്? സമ്മാനം കൊടുക്കേണ്ടി വരുമോ? ഒരു ചോദ്യം ചോദിച്ചാൽ കുഴപ്പമില്ല. ആരാണ് വരച്ചത്? ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? അതും പറഞ്ഞു. വാ, തൽക്കാലം ഒരു ഷേക്കാൻ കൊടുക്കാം. വലിയ വിലയാ എന്റെ ഷേക്കാൻ. അങ്ങനെ കൊടുക്കാറില്ല, എല്ലാവർക്കും കൊടുക്കാറില്ല. ഏതെന്താ അനുശ്വരി ഞാൻ ഷേക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി ഷേക്കാൻ. ഗിഫ്റ്റ് തരും. മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ് എന്ന സൃഷ്ടിയാണ്. ഇറ്റ്സ് എ വേൾഡ് ഫേമസ് സ്കൾപ്ചറിക് ഫോം. ഇതിനൊരു വലിയ കഥയുണ്ട് ഈ ഡേവിഡ്. എന്താണ് അറിയാമോ? ഫ്ലോറൻസ് കാത്തഡ്രലിൽ ഒരു തീരുമാനമെടുത്തു. ഒരു ഇടവകയാണ്. അവർ ഡേവിഡിന്റെ ഒരു ബിബ്ലിക്കൽ ഫിഗറാണ്. അപ്പോൾ ഡേവിഡിന്റെ ഒരു ഫിഗർ ഒരു സ്കൾപ്ചറിക് ഫോമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഹ്യൂജ് ആണ്, വലിയ സ്ട്രക്ചറാണ്. അതിനുവേണ്ടി അവർ 2 പ്രഗത്ഭരായ സ്കൾപ്ചേഴ്സിനെ ഏൽപ്പിച്ചു, അഗസ്റ്റിനോയും അന്റോണിയോയും. അവർ കുറേ നാൾ ഇതൊക്കെ ചെയ്ത് ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ മുറിച്ച് പിന്നെ അവർ പറഞ്ഞത് പറ്റുന്നില്ല എന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് 10 വർഷത്തോളം അങ്ങനെ കാണും. അത് കഴിഞ്ഞ് അടുത്ത ആളെ ഏൽപ്പിച്ചു. അദ്ദേഹം വന്ന് 1 വർഷമൊക്കെ വർക്ക് ചെയ്ത് പറഞ്ഞു, നത്തിങ് ക്യാൻ ടേൺ ഔട്ട് ഓഫ് ദിസ് റോക്ക്. ഇങ്ങനെ പറഞ്ഞത്, ഈ പാറയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. ഇറ്റ് സ്റ്റേഡ് അബാൻഡൻഡ് ഫോർ 25 years. How many years? 25 years. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മീറ്റിംഗിൽ അവരൊന്നുകൂടെ അത് പുനർചിന്തയ്ക്ക് വെച്ചു. അങ്ങനെയാണ് മൈക്കൽ ആഞ്ചലോയെ ലഭിക്കുന്നത്. Michael Angelo carved it in 3 years. And you know what he said? There is an angel inside the rock. I am setting it free. ആ പാറയ്ക്കുള്ളിൽ ഒരു ഏഞ്ചൽ ഉണ്ട്, ഞാൻ അതിനെ സ്വതന്ത്രമായിട്ട് വിടുന്നു എന്നേ ഉള്ളൂ. I would say there is an angel in every one of us. There is an angel in every one of us. We are looking for a Michelangelo to identify this angel. And you as teachers will be seeing many rocks like this. നമ്മുടെ ക്ലാസ്സുകളിൽ മുഴുവൻ പാറക്കഷ്ണങ്ങളായിരിക്കും. അതിനെ നിങ്ങൾക്ക് ഡേവിഡിന്റെ ശില്പം പോലെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്തെല്ലാം പ്രോസസ്സാണ് ഇവിടെ? യു നീഡ് ടു ചിസൽ ഔട്ട്. അല്ലേ? ഡയമണ്ട് എവിടെ നിൽക്കുന്നത്? ജോയ വികാസ് എന്നൊന്നും പറയില്ല. Where do you find diamonds? Where do you find diamonds? മൈൻസ്. എങ്ങനെയാണ് ഡയമണ്ട് കിട്ടുമ്പോൾ അറിയാമോ? കരിയിലാണ്, കരിക്കട്ടയാണ്. കറുത്ത കരിക്കകത്താണ് ഡയമണ്ട് ഉള്ളത്. പീപ്പിൾ വിൽ നോട്ട് ഈവൻ നോ ദാറ്റ് ഇറ്റ് ഈസ് എ ഡയമണ്ട്. അതിന്റെ മേളിലുള്ള സാധനത്തെ ചെത്തി കളയുമ്പോൾ ചെറുതായിട്ടൊരു
സ്പാർക്കിംഗ് ഉണ്ടോ, എന്നാലും തിളങ്ങില്ല. Chisel out those unwanted things. Michelangelo ചെയ്തത് അങ്ങനെയാണ്. He chiseled out those which are unwanted, giving a shape to the rock. ഇനി അങ്ങനെ വന്നാലും ഡയമണ്ട് വില പിടിപ്പുള്ളതാവില്ല. വീണ്ടും അതിനെ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുന്നതോറും അതിന് ഷൈനിങ് കൂടും, അതിനെ ഒരു രൂപത്തിലാക്കും. ഇറ്റ് ഇസ് മെയ്ഡ് ഇൻടു എ സ്ട്രക്ചർ. അങ്ങനെ വെച്ച് ഒരു നെക്ലസ് രൂപത്തിലാക്കി ആലുക്കാസിലോ ബീമേലോ കൊണ്ടുപോയി വെച്ചാൽ ഭർത്താവ് ഭാര്യ കൊടുക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റാണതെന്ന് ജനങ്ങൾ പറയും. എവിടെ കിടന്നതാണത്? കരിയിൽ കിടന്നു, ആർക്കും വേണ്ട. Every individual is like this. There is a magic in everyone. There is a diamond in everyone. So it is for the teachers to get oriented and to see how much to chisel out, when to polish, how to give shape, and how to give a tag to it. The tag കൊടുക്കുമ്പോൾ അതിന് വില വരുന്നത്, ആ ടാഗിലാണ് അതിൻ്റെ വില എഴുതിയിരിക്കുന്നത്. I'll skip. How much time is left? അനീഷ ടീച്ചർ ഉണ്ടോ അവിടെ? എത്ര സമയം വരെ പോകാൻ നമുക്ക്? എപ്പോ എത്ര മണി പോകാം? കണ്ണൂർ. എനിക്ക് വേറെ ഒരു പണിയില്ല ക്ലാസ് എടുക്കലും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിരക്കാം, പല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ. നിങ്ങളെ പറയട്ടെ എപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിർത്തി. Full stop, anytime. Okay, journey of life, I would say, is a transformation. Wonderful transformation. Unimaginable transformation. നമ്മുടെ ഈ കാറ്റർപില്ലർ സുവോളജിയാണ്, മൊത്തം സുവോളജിക്കാർക്ക് പ്ലാന്റ് സയൻസ് മൊത്തമായി പോകുന്ന അറിയില്ല കാണാൻ. ഈ കാറ്റർപില്ലർ നമുക്കറിയാം ഷെല്ലിനകത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ സയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, മറ്റു ഭാഷകളിൽ പറയാറ്, കാരണം അറിയാൻ പറ്റത്തുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു കുട്ടി പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടിയുടെ അപ്പൂപ്പൻ പറഞ്ഞു, മോനെ ഇതിൽ നിന്നാണ് ചിത്രശലഭം ഉണ്ടാകുന്നത്, പൂമ്പാറ്റ വരുന്നതാണ്. കുട്ടി ഓടി നോക്കിയപ്പോൾ ഒരു ഷെല്ല് കണ്ടു. നോക്കിയിട്ടേ പൂമ്പാറ്റ അപ്പം വെറുതെ പുഴു അടിച്ചാണെന്ന് പറഞ്ഞ് കുട്ടി പോയി. ബട്ട് ദ ചിൽഡ്രൻ ആർ ഓൾവേസ് ക്യൂരിയസ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീണ്ടും ഓടി വന്ന് നോക്കുമ്പോൾ ഷെല്ല് അതുപോലെ തന്നെയാണ്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് മുഖമൊക്കെ തുടച്ച് ഒന്ന് നോക്കുമ്പോൾ ഈ ഷെല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വേം ലൈക്ക് സ്ട്രക്ചർ പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായത് സത്യമാണ്. കുട്ടിക്ക് ഹാപ്പിനെസ് കൂടി, ഈഗർനെസ് കൂടി. കുട്ടി എന്ത് ചെയ്തു? ആ ഷെല്ലെല്ലാം പൊട്ടിച്ചു. ഈ കാറ്റർപില്ലർ പുറത്ത് വരാനായിട്ട് സഹായിച്ചു. അത് പുറത്ത് വന്നു, അതൊരു ബട്ടർഫ്ലൈ ആയി. ബട്ട് ഇറ്റ് കുഡ് നോട്ട് ഫ്ലൈ. വൈ? എക്സ്റ്റേണൽ ഹെൽപ്പിലാണ് പുറത്തു വന്നത്. ഓക്കെ, പൂമ്പാറ്റിന്റെ ഉള്ളിലെ എന്തോ സാധനം ടെക്നിക്കലാണ്. അത് ചിറകിലേക്ക് വരും, അപ്പോഴേ പറക്കാൻ പറ്റും. പുതിയ സയൻസ് എനിക്കറിയില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? വൈ ഡിഡ്ന്റ് ദ ബട്ടർഫ്ലൈ ഫ്ലൈ? The boy was unhappy. Now there is a science. The ഷെല്ലിനകത്തുള്ള caterpillar, it has to burst open the shell by itself. അത് വളരെ ശക്തിയെടുത്ത് ഊർജ്ജമെടുത്ത് ഈ ഷെല്ലിനെ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഈർപ്പമെല്ലാം അലിഞ്ഞു പോകും. ഇറ്റ് ബിക്കംസ് വെരി ലൈറ്റ്. ഹെവിനെസ്സോടുകൂടി അല്ല പുറത്തു വരുന്നത്. അതായിരിക്കും ചിലപ്പോൾ ചിറകിലേക്ക് പോകുന്ന സാധനം. അപ്പോൾ അത് വളരെ ലൈറ്റായിട്ട് പുറത്ത് വരുമ്പോൾ മാത്രമാണ് അതിന് ഉയരങ്ങളിലേക്ക് പറയാൻ സാധിക്കും. മനുഷ്യരും അതുപോലെ തന്നെയാണ്. കനം കൂടിയാൽ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. എത്രത്തോളം കനം കുറയുന്നോ അത്രയും ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ലേണിംഗ് ഈസ് വി ഹാവ് ടു ഹാവ് അവർ ഓൺ സ്ട്രഗിൾസ്. മറ്റൊരാൾ സഹായിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ഉയരങ്ങളിലെത്താൻ പറ്റില്ല. വി ഹാവ് ടു ടേക്ക് സ്ട്രഗിൾസ്. ലൈഫ് ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ്. ലൈഫ് ഒറ്റയ്ക്കുള്ളതാണ്, ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ്. ആരും കൂടെ ഇല്ല, ഒരു സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആ മുകേഷിന്റെ വൈഫ് ഉണ്ടല്ലോ, ഡൈവേഴ്സ് ചെയ്ത മേത്തിൽ ദേവിയുടെ ഒരു വീഡിയോ, ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അത് ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് പറഞ്ഞതല്ല.
That is the reality. We are always alone. We need to face life alone. Can we be prepared with a mindset? Then there is no issue. ഒന്നും പ്രശ്നമല്ല വേണ്ട. നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം ഡീൽ ചെയ്യേണ്ടത്. ആരും എൻ്റെ കൂടെ ഇല്ല, എന്നാൽ എല്ലാവരും ഉണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെയാണ് നേരിടേണ്ടത്. എൻ്റെ പ്രാപ്തിയോടുകൂടി തന്നെ ഞാൻ ഈ സ്ട്രഗിൾ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈഫ് ബിക്കംസ് വെരി ഈസി. When you are dependent on others, you expect many things. And when you don't get it, you are frustrated. എല്ലാത്തിനും കോസ് അവിടെയാണ്. So take life as an individual challenge, individual option. Group study അല്ല, individual study ആണ്. ഇത് നിങ്ങൾ സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയറോ? രണ്ടുമാണ്. വന്ന ദിവസം തൊട്ട് എത്ര 10,000 കേട്ടിട്ടുണ്ടോ? അല്ലേ? What is this? What is this word? What is it? എന്താ അതിന്റെ അർത്ഥം? Art and science of teaching. Art and science of teaching. Then anything else to add? Music of teaching. Art and drama of teaching. This has come from two words. Paid and agogus. Paid എന്ന് പറഞ്ഞാൽ PAED. പെഡിയാട്രിഷ്യൻ കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയ പെഡിയാട്രിഷ്യൻ്റെ ബോർഡ് ഉണ്ടാവും. പക്ഷെ ശരിക്കും PAID എന്ന് വെക്കണം. എന്നാൽ പൈസ കൊടുത്താൽ മാത്രമേ കാണാൻ പറ്റൂ. PAED അല്ല. Paid signifies meaning എന്താ പെയ്ഡിന്റെ? Child. Paid means child. Agogus means lead. LEAD. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ലീഡിങ് എ ചൈൽഡ്. എത്ര മനോഹരമായ വാക്കാണ്. ആ അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളതിനെ ആർട്ടും സയൻസും ഡ്രാമയും മ്യൂസിക്കായിട്ട് പഠിച്ചു. ഇറ്റ് ഈസ് ലീഡിങ് ദ ചൈൽഡ്. ദ ആക്ട് ഓഫ് ലീഡിങ് ദ ചൈൽഡ്. ആൻഡ് വൈ ഡു യു നീഡ് ടു ലീഡ് ദ ചൈൽഡ്? എന്തിനാണ് ലീഡ് ചെയ്യേണ്ടത്? Why should you lead the child? The human baby is born so helpless. നിങ്ങൾ എല്ലാ ജീവജാലങ്ങളും എടുക്കുമ്പോൾ ഇത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവി ലോകത്തിൽ ഒരു പശുക്കിടാവിനെ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകണം. പശുക്കിടാവൊക്കെ ഉണ്ടോ വീട്ടിൽ? ഞാനൊക്കെ വീട്ടിൽ കാവലിട്ടുണ്ട് പശു പ്രസവിക്കുന്നു. കാരണം പ്രസവിച്ച് കഴിഞ്ഞാൽ അത് വരുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നക്കുമല്ലോ. രാത്രിയിലൊക്കെ ഉറക്കളച്ച് തരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ വിർച്വലായിട്ട് കാണാനേ പറ്റുള്ളൂ. പശുക്കിടാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജന്മം കെട്ടി ഒരു 10-15 മിനിറ്റ് മതി. രണ്ട് കുടയിൽ ഒരു ചാട്ടവും ചാടി മതിലിൻ്റെ ചുറ്റും മൊത്തവും. മനുഷ്യക്കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. ഒറ്റ കിടപ്പാ അല്ലേ? എടുത്തു വെച്ചാൽ പാൽ കുടി, അല്ല കിടന്ന കാര്യം. ഇത്രയും ഡിപ്പെൻഡബിൾ ആയിട്ട് ഒരു സ്പീഷീസിന് ജന്മം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഡിപ്പെൻഡബിൾ. ദാറ്റ് ഇസ് വൈ വി നീഡ് ടു ഹാവ് എ പെഡഗോജി ടു ലീഡ് ദ ചൈൽഡ്. Lead the child from independence, dependence to independence. August 9. Independence. എന്ത് പേരിട്ട് വിളിച്ചാലും, നിങ്ങൾ എഡ്യൂക്കേഷൻ എന്ന് പേരിട്ടാലും, ഡെവലപ്മെന്റ് എന്ന് പേരിട്ടാലും, ലേണിംഗ് എന്ന് പേരിട്ടാലും, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പേരിട്ടാലും, എവറിത്തിങ് ഇസ് ദ പ്രോസസ് ഓഫ് ദിസ് ഡിപ്പെൻഡൻസി ടു ഇൻഡിപെൻഡൻസ്. ഒരു 17-18 വയസ്സാകുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ച മുഴുവൻ എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എല്ലാ അർത്ഥത്തിലും. ഫിനാൻഷ്യലി ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അതും വരും, പുതിയ കാലഘട്ടത്തിൽ അതൊക്കെ വരും. പഠനത്തോടൊപ്പം വരുമാനം എന്നൊരു ആശയം വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഓൾസോ യു ബിക്കം ഇൻഡിപെൻഡന്റ്. എല്ലാ അർത്ഥത്തിലും യു ആർ നോട്ട് ഡിപെൻഡന്റ് ഓൺ എനിവൺ. അങ്ങനെ എത്താൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് പെഡഗോജി. ലീഡിങ് ദ ചൈൽഡ് ഫ്രം അട്ടർ ഡിപെൻഡൻസി ടു independence. I would say we need to go one step further. Independence നിർത്തിക്കൊണ്ട് കാര്യമില്ല. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം ഈ ലോകത്തിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. We need to work with people. We need to work with teams. ഇവിടുത്തെ അനിൽ സാർ തീരുമാനിക്കണം B.Ed ഏറ്റവും നല്ല സ്ഥാപനമായിട്ട് കൊണ്ടുപോകാൻ. അനിൽ സാർ മാത്രം തീരുമാനിച്ചാൽ നടക്കും. അപ്പോൾ ടീച്ചേഴ്സ് പറയും പിന്നെ ഇപ്പോൾ ശരിയാക്കില്ല. എന്നാൽ ടീച്ചേഴ്സ് അനുസരിച്ച് കൂട്ടായിട്ട് തീരുമാനമെടുത്തു. കുട്ടികൾ പറഞ്ഞു ഇത് കുട്ടി ചോറാക്കിയിട്ട് ഞങ്ങളോട് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനമെടുത്താലോ? ചിലപ്പോൾ നാട്ടുകാരുടെ കൂടെ വരും, അവർ കൂടെ നിന്നാലോ? സ്കൈസ് ഇറ്റ് ഇസ് ഓൾ ടിവി. No one person can make revolutionary change. No one person can make magical changes. Education is for this. The philosophy is from your dependency to independence and from your independence to
ഇന്റർഡിപെൻഡൻസ്. ഇതിലൊരു പഴയ കഥയുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ആമയുടെ കുഞ്ഞിന്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? ആരെ ജയിച്ചത്? അപ്പൊ നമ്മൾ മോറൽ പഠിച്ചത് എന്തായിരുന്നത്? Slow but steady wins the race. My question is, who was capable of winning? Who was capable of winning? ആര് വിജയം എന്നുള്ള ഔട്ട്കമാണ്. Who was capable of winning? മുയലാണ്. Why did he lose the race? Why did he lose the race? Overconfidence? Laziness? ഇനിയാണ് ഇഷ്ടംപോലെ കാരണം. Underestimation? Okay? Then? He slept. Slow but steady will win the race. Bracket condition. Fast should be sleeping. Seriously. There is no moral that slow but steady will win the race. Slow but steady will win the race. Condition. Bracket. The fast should be sleeping. Muyalla manslike. Introspection is very important. What is introspection? ഒരു പേരിൽ ചൂണ്ടുമ്പോൾ 3 പേരിൽ നമ്മളിലേക്കുണ്ട്. ആ 3 ഉത്തരം അറിയാമെങ്കിൽ ചൂണ്ടാന്ന് വാർത്തകളാണ് പറയുന്നത്. അപ്പോൾ ഈ 3 പേരുടെ ഉത്തരങ്ങൾ കണ്ടെത്തിയപ്പോൾ മുയലിന് മനസ്സിലായി എൻ്റെ അബദ്ധമാണ്, അല്ലെങ്കിൽ ഒരു കാരണവശാലും പോലും ഓട്ട മത്സരത്തിൽ ഞാൻ തോക്കേണ്ടതല്ല. രണ്ടാമതൊരു മത്സരം വാശിക്ക് ചലഞ്ച് ചെയ്തു. The second race, Hare learned from the previous mistake and the tortoise was way behind. He won the race by miles. We learned a different moral. The fast and consistent will always beat the slow and steady. Is it right? Agreed? Fast and consistent will always beat the slow and steady. 2 മാസം കഴിഞ്ഞപ്പം ആമ തിരിച്ചു വന്നു. ഒരു മത്സരം കൂടെ ആക്കിയിട്ടില്ല. മുയലിന് ആശ്ചര്യമായിരുന്നു. ഒരിക്കൽ ഞാൻ തോറ്റു എന്ന് വെച്ചാൽ അതെൻ്റെ മണ്ടത്തരം. രണ്ടാമത് ഞാൻ കാണിച്ചു കൊടുത്താണ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ ചലഞ്ചിങ് എഗെയിൻ ഫോർ എ റേസ്. ആമയുടെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, 2 മത്സരവും നോർത്ത് ഡയറക്ഷൻ, ഇത്തവണ ഡയറക്ഷൻ മാറ്റി സൗത്തിലേക്കാണ്. എവിടെയായാലും പ്രശ്നമില്ല. ആദ്യത്തെ തോൽവി മനസ്സിലുണ്ട്. ഒരു കാരണവശാലും റിലാക്സ് ചെയ്യില്ല, ഉറങ്ങില്ല, ഓവർ കോൺഫിഡൻസ് ഇല്ല, അണ്ടർ എസ്റ്റിമേഷൻ ഇല്ല, എല്ലാം പഠിക്കണം. ഒറ്റ അനുഭവം മതി. കേട്ടൊക്കെ ബുള്ളറ്റ് സ്റ്റാർട്ട്. ഫിനിഷിംഗ് ലൈൻ എത്തുന്നതിന് മുന്നേ ഒരു പുഴ കടന്നിട്ടാണ് അപ്പുറത്തെ ഫിനിഷിംഗ് ലൈൻ കിടച്ചത്. ഹെയർ ഗോട്ട് സ്റ്റക്ക്. ആമ വന്നു, പുഴ കടന്നു, ആമ സക്സസ്ഫുൾ ആയി. You learn a moral from this. Live according to your strength. Victory is always yours. നിങ്ങളുടെ കഴിവിൻ്റെ മേഖലയിൽ യാത്ര ചെയ്യുക. നിങ്ങൾ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. വിജയം നിശ്ചിതമാണ്. നമ്മൾ പലപ്പോഴും കഴിവുള്ള മേഖല ഗവൺമെൻറ്റും കഴിവില്ലാത്ത മേഖലയിൽ ട്യൂഷനും പോകും, അഡീഷണൽ കോഴ്സിനും പോകും. അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്, അണ്ടർസ്റ്റാൻഡ് യുവർ കോൺഫിഡൻസീസ്. ക്ലാസ് തീർക്കേണ്ട സമയമായി തോന്നുന്നു. സൂചനകൾ മാത്രമാണ്. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അല്ലേ, ഇങ്ങനെ മുദ്രാവാക്യം. ആദ്യം സൂചനയാണ്. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തു, ജനലിൽ തട്ടി അല്ലേ, ഇന്നത്തെ 10 മിനിറ്റ് കഥ ഇവിടെ അവസാനിച്ചില്ല. യാമയും മുയലും നല്ല സുഹൃത്തുക്കളായി നാം കഥ പറയുന്നത്. അവസാനം ഒരു മത്സരം കൂടെ വെച്ചത്, ലാസ്റ്റ് കോമ്പറ്റീഷൻ. ആസ് യൂഷ്വൽ മുയൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ തിരിഞ്ഞു. അല്ല, ഇപ്പം ശത്രുവല്ല, ചങ്ങായിയാണ്. അല്ല ചങ്ങാതി, നീ അങ്ങനത്തെ സമയം എടുക്കില്ലേ, നിന്നെ ഞാൻ സഹായിക്കാൻ പറഞ്ഞു, എൻ്റെ മുഖത്തിൽ തൊടാൻ. അങ്ങനെ മുയലിൻ്റെ മുഖത്ത് ആമയിരുന്നു. വെള്ളത്തിലെത്തിയപ്പം ആമയുടെ ടേണാണ്. നിനക്ക് നീന്താൻ അറിയില്ല സുഹൃത്തെ, എൻ്റെ മുഖത്തിരുന്നു, ഞാൻ അപ്പുറത്ത് കിടത്താൻ പറഞ്ഞു. ആമയുടെ മുഖത്ത് മുയലിരിക്കുകയും 2 പേരും റെക്കോർഡ് സമയത്ത് മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ടാകും. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇന്റർഡിപെൻഡൻസ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ലൈഫ്. This is all about success. This is all about organization. Okay, I think I'll stop here. Okay, 34 സ്ലൈഡായി, 88 സ്ലൈഡ് ഉണ്ട്. ഞാൻ എടുക്കാൻ തുടങ്ങിയാൽ രാത്രിയായാലും നിങ്ങൾ ഗൂഗിളുണ്ട്. അതുകൊണ്ട് ഗുഡ്, ഇനഫ് ഇസ് ഇനഫ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ലോകം മുഴുവൻ കണ്ടു. 2050 ജീവിച്ചു, സ്റ്റോറേജിൽ വെച്ചു അല്ലേ, തിരിച്ചു വന്ന് ജീവിക്കാം. പുതിയ കാലഘട്ടത്തിലെ ചലഞ്ച് പറഞ്ഞു. എഡ്യൂക്കേഷൻ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുക. റീസ്കില്ലിംഗ്, അപ്സ്കില്ലിംഗ്, ന്യൂ സ്കില്ലിംഗ്, അൺസ്കില്ലിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിൽസ് ആർ ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഡിഗ്രീസ്, നോട്ട് ഡിപ്ലോമസ്. ഇഫ് യു ആർ സ്കിൽഫുൾ, ഇഫ് യു ആർ കോമ്പിറ്റൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാവുന്നത് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ വളരെ വീക്കാണ്. യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ആസ് മെനി ലാംഗ്വേജസ്.
ഞാനിപ്പോൾ രാവിലെ ക്ലാസ്സായിരുന്നു, ഹിന്ദിയിലായിരുന്നു ക്ലാസ്, रायपुर यूनिवर्सिटी का क्लास है. इंग्लिश में बोलते सर हमको अंग्रेजी नहीं आता था, तो इंग्लिश में पढ़ाना एल्ला वेरी वेरी इंपॉर्टेंट ആണ്. लैंग्वेज स्किल्स आर वेरी इंपॉर्टेंट, कम्युनिकेशन स्किल्स आर इंपॉर्टेंट, knowledge is important, skills are important. All the best. Thank you. ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരങ്ങളോ ഉണ്ടായാലും രണ്ട് ചോദ്യം തിരിച്ചു പോയി എന്നിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരും. ഒരു സംശയമില്ല. I would like to invite Asna for word of thanks. ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം നേരത്തെ നിർത്തിയതാണ്, കാരണം ഒരു ക്ലാസ് മാത്രം പോലെ. സെഷൻ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. എന്തെങ്കിലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Sir, I would like to have some questions like so we are talking about sustainable development. So how far our country, of course we have given impact ranking and all. So how far we are going forward towards sustainable development? Because I have seen some of the universities in Canada, they are best in impact ranking within the 10th rank. So that will be the success of the country or whatever may be. So how far, so sustainable development, if we are attaining all these goals, I think we can move forward in a better country. Definitely. If you see the goals for future, it's threefold. Priority list is environment. No doubt about it. Environment sustain ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ് മാത്രമാണ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്. സെക്കൻഡ് ഇസ് എക്കണോമിക്കൽ, റൈറ്റ്? തേർഡ് ഇസ് സോഷ്യൽ. ഈ മൂന്ന് ഡയമെൻഷൻസിലാണ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. അപ്പോൾ അവിടെ പറയുന്ന ആശയങ്ങൾ അറിയാമോ? ഇഫ് യു റീഡ് ദീസ് റിപ്പോർട്ട്സ്, നൗ പ്രോബബ്ലി വി വോണ്ട് ബി ഏബിൾ ടു സേവ് ദി എൻവയോൺമെന്റ്. ഇതുപോലെ നിലനിർത്താൻ എന്തായാലും പറ്റില്ല. ഇതിലും വഷളാവുന്നതിൽ സംശയമില്ല. അധികം വഷളാക്കാതിരിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലെസ് ഡാമേജ് ഇസ് ദി പ്രയോറിറ്റി. They are saying that there are possibilities that green landscape will be artificially created. Green lands create എന്ന് പറയുന്നത് സ്കൈ വരെ എത്തും ബിൽഡിങ്സ്. സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് നമ്മൾ ആശയമായിട്ട് പറയുള്ളൂ. അത് പ്രാക്ടിക്കലാണ്. വെറുതെ പറഞ്ഞതെല്ലാം ശരിയാകുന്നതാണ്. ബിൽഡിങ്സ് എല്ലാം സ്കൈയിലെത്തുന്നതാണ്. അപ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ ലാൻഡ്സ് ഉണ്ടാക്കും, ആർട്ടിഫിഷ്യൽ ട്രീസ് ഉണ്ടാക്കും. ടെക്നോളജി യു കനോട്ട് ഇമാജിൻ. ഇത് സേവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു പക്ഷേ സസ്റ്റൈനബിലിറ്റി factor will be dominant in all developmental factors. അവിടെയാണ് നമ്മൾ SDG ഗോൾസ് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഡെവലപ്മെന്റും ഉണ്ടാകണം. ബിൽഡിങ്സ് ഉണ്ടാകുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള റേഷ്യോസ് ഫോളോ ചെയ്യണം. ബട്ട് പീപ്പിൾ ആർ ലുക്കിംഗ് ഇൻ ടു ഹൗ വി ക്യാൻ മാർച്ച് ഫോർവേഡ് കീപ്പിംഗ് ദിസ് ഇൻ ബാലൻസ്, വിച്ച് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്, വിച്ച് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. One more question. How you're a sports person, so how the sports help in education, in improving education? So how you find it, the sports which motivate you in the education? I would say just one simple example. Civics can be taught in the classroom. Democracy is learned in the playfield. Theory എവിടെ പഠിപ്പിക്കാം? ക്ലാസ്സിൽ. പ്രാക്ടിക്കലായിട്ട് ഫേസ് ചെയ്യണമെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ പോകണം. അവിടെ ഡെമോക്രസി ഉള്ളത്. നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടും മറ്റുള്ളവരുടെ കഴിവ് അംഗീകരിച്ചുകൊണ്ട് തോൽവിയും വിജയവും ഏറ്റുവാങ്ങാനുള്ള ഏറ്റവും നല്ല പാഠം കിട്ടുന്നത് പ്ലേ ഗ്രൗണ്ട്സിലാണ്. പ്ലേ ഗ്രൗണ്ട്സ് ആർ ദ ബെസ്റ്റ് പ്ലേസസ് വെർ യു ലേൺ. നമ്മൾ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ വീഗാലാൻഡിലോ അല്ലെങ്കിൽ കണ്ണൂരിലേതാണ് വിസ്മയയിലോ രാവിലെ ഒരു കുട്ടിയെ നമ്മൾ കുറേ നാൾ പ്രോമിസ് ചെയ്ത അച്ഛൻ വിസ്മയം കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. എത്ര കളിച്ചാലും ഇതിന് മതിയാവുന്നില്ല അല്ലേ? അവസാനം നമ്മൾ കാണുന്ന സീൻ അറിയുമോ? ഇവനെ വലിച്ചിട്ട് 5 മണിയാകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അച്ഛനാണ്. ഇവൻ അപ്പോഴും അങ്ങോട്ട് ഇറങ്ങുന്നത്. അത്രയും എനർജി അവിടെ കൊടുക്കാൻ പറ്റും. അവൻ തളർന്നിരിക്കുവാണ്. ഹി ഈസ് നോട്ട് എനർജറ്റിക് എനിമോർ ഫിസിക്കലി, ബട്ട് ഹി ഈസ് ഇമോഷണലി ഹി ഈസ് അറ്റാച്ച്ഡ് ടു ദാറ്റ്. ഏതെങ്കിലും സ്കൂളിൽ ഒരു കുട്ടി വൈകുന്നേരം അച്ഛൻ പഠിക്കുമ്പോൾ അച്ഛൻ ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ ഒരു സ്കൂൾ കാണാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ആവണം സ്കൂൾ, അങ്ങനെ ആവണം എഡ്യൂക്കേഷൻ. The child should crave to be there because he is enjoying the process. Education is an enjoyable process now. അതൊരു കുട്ടിയെ സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിക്കുന്നു? Is education an enjoyable process?
It has to be. അത് നമുക്കൊരു ഫെൽറ്റ് നീഡ് ഉണ്ട്. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് എനിക്ക് എങ്ങനെ ബേർഡൻ ആകുന്നത്? If I'm interested in doing something, will it be a burden? So play is an interesting activity. It's a needy activity. It's always interesting. It's always enjoyable. So I think sports teach us best lessons. And health, no doubt about it. ഏറ്റവും വലിയ ക്രൈസിസ് ഹെൽത്തിലാണ്. ഏറ്റവും നെഗ്ലക്റ്റഡ് സാധനം ആരോഗ്യത്തിനാണ്. ഒറ്റ എക്സാമ്പിൾ കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ഈ പുതിയ ജനറേഷൻ കാർസ് ഉണ്ടല്ലോ. പുതിയ കാറൊക്കെ വാങ്ങിച്ചാൽ ഇപ്പോഴത്തെ അഡ്വർടൈസ്മെന്റ് വെച്ചാൽ 5 വർഷത്തേക്ക് ഫ്രീ സർവീസ് എന്നാണ് പറയുന്നത്. 3 വർഷം 5 വർഷം നമ്മൾ വാങ്ങിക്കും, അടിപൊളി 5 വർഷം ഫ്രീ സർവീസ് അല്ലേ. എങ്ങനെ ഓടിക്കും? എന്താ അയാളല്ല പൈസ മുടക്കുന്നത്, കമ്പനി പൈസ മുടക്കുമല്ലോ. 5 വർഷം കഴിഞ്ഞാലോ പെയ്ഡ് സർവീസാണ് അല്ലേ? ഈ പെയ്ഡ് സർവീസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യും? ആദ്യത്തെ 5 വർഷം എങ്ങനെ ഓടിച്ചു എന്നനുസരിച്ചിരിക്കും പെയ്ഡ് സർവീസ്. നമ്മുടെ ജീവിതം ഏതാണ്ട് അതുപോലെയാണ്. 20 വർഷം വരെ ഫ്രീ സർവീസാണ് വണ്ടിക്ക്. നിങ്ങളുടെ 20 കഴിഞ്ഞില്ലേ പെയ്ഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഫ്രീ സർവീസ് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് പെയ്ഡ് സർവീസ് കൊടുക്കുന്നത്. So you have to take care of your body as a healthy organism, seeing that there is a routine for everything. എണീക്കാനൊരു സമയമുണ്ട്, ഉറങ്ങാനൊരു സമയമുണ്ട്, ഭക്ഷണം കഴിക്കാനൊരു സമയമുണ്ട്, എൻജോയ് ചെയ്യാനൊരു സമയമുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കാനൊരു സമയമുണ്ട്. ഇതെല്ലാം നമുക്ക് ചുറ്റുപാട് റൂട്ടീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഗിവ് എ സ്മോൾ എക്സാമ്പിൾ. യു നോ മഹേന്ദ്ര സിംഗ് ധോണി? എത്ര പേരുടെ ധോണി ഫാൻസ്? ധോണി ഫാൻസ് ഇല്ലേ? Mahendra Singh Dhoni, cricket player. Okay. Now I am a Dhoni fan. Not only because of his exceptional playing capacity, but as an individual, his thinking capacity, his management skills. എൻ്റെ സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫിറ്റ്നസ് ട്രെയിനറാണ്. ഈസ് വിത്ത് സീനിയർ ടീം. ധോണിയുടെ കൂടെ 4 വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. ഇവർ ടൂർണമെന്റ് കളിക്കാൻ ഹോട്ടലിൽ താമസിക്കുമല്ലോ. അപ്പം ധോണിയുടെ റൂമിൽ ഹൗസ് കീപ്പിംഗ് ഇസ് നോട്ട് പെർമിറ്റഡ്. He doesn't have a housekeeping to come into his room. Clean ചെയ്യാനുള്ള സ്റ്റാഫ് റൂമിൽ കയറാൻ പാടില്ല. He cleans his bathroom. He cleans everything. He keeps everything tidy. This is his discipline. പൈസയിലായിട്ടല്ല. This is ആ ഡിസിപ്ലിൻ ആണ് പെർഫോമൻസ്. Undisciplined and you cannot perform disciplined. ജീവിതത്തിൽ അൺഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോമൻസിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കും. കളിക്കാൻ പോകുമ്പോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ബാറ്റ്സ്മാൻ്റെ ബാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിറ്റിനകത്ത് 8-9 ബാറ്റ് ഉണ്ടാവും. ഇപ്പോൾ 12th മാൻ ഉണ്ട്, കളിക്കാത്തവരാണ് 12th മാൻ, വെള്ളമാണ്. 12th മാനോട് പറയും 3ാമത്തെ ബാറ്റ് കൊണ്ടുവരാൻ പറയും. 3ാമത്തെ ബാറ്റ് ഏതാണ് എന്ന് മഹേന്ദ്ര സിംഗ് ധോണിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ വീട്ടിൽ ആധാർ കാർഡ് എവിടെയാണെന്നറിയോ? പഴയ മാർക്ക് ഷീറ്റ് എവിടെ വെച്ചെന്നറിയോ? ബാങ്കിൻ്റെ പാസ്ബുക്ക് എവിടെ വെച്ചെന്നറിയോ? ചോദിക്കേണ്ടി അമ്മ ഇവിടെ നോക്ക്, അല്ലെങ്കിൽ അപ്പുറത്ത് നോക്ക്, അല്ലെങ്കിൽ മേളിൽ നോക്കുന്നത്. Discipline is very important. Sports teaches you discipline. Good sportsmen are always disciplined. They cannot be indisciplined. I think it's a big lesson. No more questions. Okay. Thank you for your I would like to invite Asad for word of thanks. All the dignified personalities present here, teachers and my dear friends, good afternoon everyone. I am honored to be here as a part of this national seminar on such a relevant topic on NTT 2020. So on behalf of KUTech, I would like to extend my deepest gratitude towards Dr. Anil Ramachandran sir on delivering such a beautiful session, insightful session on the wheel of modern education. As we all know, the wheel of modern education is constantly evolving to meet the changes of or the needs of changing world. And I must say his commitment towards innovation and love of learning serves as an inspiration for all of us, those who we need to improve our education. And also I would like to thank Dr. Shamsuddin sir, Head of the Department of Zoology, Mananthavadi campus, for chairing the session. Thank you sir. And I hope you are all having a fantastic day here. Thank you everyone.
നാഷണൽ സെമിനാറിന്റെ പേപ്പർ പ്രസന്റേഷൻ ആരംഭിക്കുകയാണ്. First paper presentation by Dr. C.R. Vijay. Dr. C.R. Vijay, Assistant Professor, QTech, Kasaragod.
respected moderator, delegates, teachers, students and others. It is very difficult to speak after an eloquent or brilliant speaker. That is my great dilemma now. In fact, this is my native place, Manadwadi. I was born and brought up here. I was the first batch in Manadwadi Government College. That is why I am here just to see you. Presentation as far as presentation is concerned, it is secondary to me. So don't expect more. If the expectation is great, there is another side, depression. You may be falling from the great height. So morning sessions were very informative. Particularly Suresh sir, he started with saying that the teacher who leads the pupil to infinite level is the immortal teacher. The teacher who leads to infinite level is immortal teacher. He used the pedagogical terminology, that is ZPD level. The teacher has to raise ZPD level. So all this indicates that the quality of the teacher, the basis of which is teacher education. So in short, the teacher education has to be developed, enhanced to face the challenges of new generation. That is what is required now. We are so much hopeful about the NEP. I am not going into the detail of all the things about NEP because this is the third NEP 2020. Next. So personality and professional development of the teacher is a vital factor. National Education Commission lists the following weakness. I am just mentioning the weakness only. Then only you can think of strengthening the teacher education system. I am focusing only on teacher education system. The training institutions have remained isolated from the mainstream of the academic life of university as well as from the daily problem of the schools. The quality of training institutions remains poor. Competent staff are not attracted. Vitality and realism are lacking in the curriculum of work, which continues to be largely traditional. The curriculum is not broad. These are the shortcomings indicated by Education Commission 1964-66. We call the commission Kothari Commission. Next. Teacher education. Next. Teacher. Structural change already mentioned. I am not going into the structural changes. Five plus 3 plus 4 is the new structure already mentioned in the morning session. 1964-66. Fifth slide. You can scroll. Major reforms. Major reforms for teacher education are the following. No, before this. Okay.
National Curriculum Committee 1964 point out the following weakness. The training institutions have remained isolated from the mainstream of the academic life of the university as well as from the daily problems of the school. The quality of training institutions remains poor, that we know now, because you are undergoing the training program now in a B.Ed college. Competent staff are not attractive nowadays because our first choice is always engineering or medicine. Vitality and realism are lacking in the curriculum of work, which continues to be largely traditional. So actually, education, we always quote the quote of the Gandhiji. Education, by education I mean all round drawing out of the best in child and man, body, mind and spirit. This education, NEP 2020 also says the same thing. All round development. Physical, knowledge development, physical development, mental development plus spiritual development. So in that way we have to reshape our teacher education system also. Some of the notable changes envisaged in the new education policy are the following. National Curriculum Framework for Teacher Education is formulated by the NCT in consultation with the NCERT. So NCFTE, National Curriculum Framework for Teacher Education, NCFTE, will thereafter be revised every 5 to 10 years by reflecting the changes in the revised NCF as well as emerging needs in teacher education. It will be revised afterwards. The minimum degree qualification for teaching will be 4-year integrated B.Ed by 2030. It will be the minimal degree qualification for school teachers. The 4-year integrated B.Ed will be dual major holistic bachelor degree in education as well as the specialized subjects such as language, history, music, mathematics, computer science, chemistry, economics, art, physical education, etc. Beyond the teaching of cutting-edge pedagogy, the teacher educator will include grounding in sociology, history, science, psychology, early childhood, care and education, foundation in literacy and numeracy, knowledge of India and its values. Values are very important. Whatever we value is value. Material value is the, spiritual value is the. Higher education institutions offering the 4-year integrated B.Ed may also run 2-year B.Ed program also for students who have already received a bachelor degree in a specialized subject. Their 1-year B.Ed may also be offered to candidates who have received a 4-year undergraduate degree in a specialized subject. Scholarship for meritorious students, that is economic factor is very important, supporting is very important both for teachers also, teachers and students. Money is everything, money is not everything, but without money, everything is nothing, you know. There will be high and uniform standard in teacher education. These things are envisaged in the NEP 2020. And the research background of the teachers are very important in NEP 2020. Even in doing all fresh PhD entrance, irrespective of discipline, will be required to take credit-based courses in teaching, education, pedagogy, to the chosen PhD subject. So they have to undergo the practice teaching also. By 2030, only educationally sound, multidisciplinary and integrated teacher education program shall be in force. These are some of the recommendations. I am highlighting whatever is listed in the previous sessions. So before concluding, how Kerala is going to receive NEP is a vital factor, you know. It
already our neighboring state, Karnataka, accepted it, they introduced it. I'm still thinking why Kerala is well advanced in education, is waiting for it. That is the first state it introduced NEP 2020, and this is a big question before us. I think we should forget the differences. There are 28 states and 8 union territories in India. We should forget the differences and work unitedly for strengthening India to the change, bringing changes in education. Thank you, one and all. Thank you. Thank you. So what is your suggestion as far as this NEP 2020 is concerned? So this is already known things. So what is your suggestion? Anything? Any information or any suggestions? So education should all-round development, because we are focusing on knowledge only nowadays. So knowing knowledge of the subject as well as knowledge of the children is the student is very important for a teacher. So teacher should have a psychological background, overall knowledge rather than the subject knowledge to work efficiently and effectively and be a competent teacher. Okay, so thank you. Thank you very much. Thank you, one and all of you. Next, Arjun CS, Research Scholar, JNU Delhi. I actually did not bring the PowerPoint presentation. You can just scroll up and down the word. Okay, it's there. It's up. Now if you read it, it's audible. I actually did not bring the PowerPoint presentation. So it's like I. Is it audible to laugh? No. It's okay, it's carry. Actually, there will be some shivering when handling this mic. Sorry for that. My title of the paper is like Challenge of Oppression, addressing the caste and tribal question within the National Education Policy 2020. So, like as we all know, 2020 had marked an important year in the history of India. Like we had COVID at the same time. This
National Education Policy 2020 also started the implementations. So the National Education Policy 2020, introduced by Indian government, aims to transform the country's education system, and they're trying to transform the country's education system. So the policies, I'm directly going to my question, and what I'm trying to present here is like the critical point of national education policy and in 2020. So the paper explores the ways in which like neoliberal policies and the practices interact with the deep-rooted caste hierarchy and tribal alienation in our society. So this we all know that we have the perpetuating discriminatory factors. Sorry, like this, like if my presentation is okay, like I am a bit nervous actually. So I'm talking about the implication of caste-based discrimination in education and access of quality of education and the broader goal of the inclusive educations. Before that, I should say a few words about like the history of different education policies in India and in India. So he already mentioned like we had Birla, sorry, not Birla. So in 1968, it's like Kothari Commission. It was about a comprehensive report on the beginning stage of an independent country in 1964 or 1968. So they tried to implement a comprehensive education for all. So it was like in the 1964 to 68. So that time itself, they started saying that the 6% of GDP should be gone to the education system. Still we have how much we have? Like it's like less than 3. I think it has been increased into 2 point something or something. Like, I'm not that sure about that. That has already been explained in the Word file. So from that day itself, we have been saying that it's like our GDP should 6% of the GDP should be given to the education system, but it's not happening. So what is very alarming for me, like so I think like I believe in bilingual presentation. See, English doesn't need here. No. See this diagram. I will read it in English and I will explain both in English and Malayalam. So that will be okay for me and for you also, right? Okay, so I will just go through the major points of like I have very the time frame is very less. So I will just go through the major points which I have written in this Word file. So the National Education Policy 2020 acknowledges the educational challenges endured by economically and socially disadvantaged groups such as scheduled caste and tribes in India. So it aims to address the disparities using a variety of approaches that stress inclusion, equity, social justice. So this we already know about the affirmative actions which we have been going through from the very beginning of this, before its calendar and Kaleka Commission and later it is Mandal Commission. So that affirmation policy is still going on. But the problem is like I would like to just briefly explain. The problem is so in paper, like how many of you have gone through this in National Education Policy draft 2020? Like it's available. You have gone through NEP 2020. Yeah, okay. So like in the paper, it's very like very elaborative about the policies which have to be taken about the discriminatory practices and inclusive education. So like it's a sugar-coated draft actually. So unfortunately, the Indian reality, the harsh Indian reality is something entirely different from that draft they have already written about national education policies. So like
I will go through some data and then I will come to the the Malayalam explanation. So between 2016 and 2020, there was a significant dropout of scheduled caste community and scheduled tribe community from the higher education, not only from the higher education, from all level of education. You know, like 2016 from 2017, 18, 19, it's a huge period, like 1890 to the period of pandemic, and before that also it started. Like I will show you one serious All India Survey of Higher Education, like ANSHE 21-22. So the SC dropout is 14.2. Before it was 14.2, then it has increased to 15.7. So the OBC dropout rate is 35.8. So it has been increasing every year. In that situation, we are discussing about the future and the 2050. What is going to be the education in the 2050? Definitely, from within Kerala infrastructure, we can talk about and we can discuss about that. But there are certain alarming decisions, alarming points in the national education policies. It's definitely national education policy reinforce all the neoliberal agendas in society. I would we all know, somewhere before 2004 or 2003, this is Kasturi report. No? Before that, we also had education report, ആ റിപ്പോർട്ട് ആദ്യം വന്നിട്ടുള്ളത് നമുക്കറിയാം, ഇതിന് മുമ്പുണ്ടായിരുന്ന വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നു. ആ വാജ്പേയി ഗവൺമെന്റ് പറയുന്നത് അന്ന് നിയമിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഒന്ന് അംബാനി, രണ്ട് ബിർളയുമാണ്. അംബാനി ബിർള കമ്മീഷനായിരുന്നു. അന്നേ അവർ സൂചിപ്പിച്ചിരുന്നു, അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് 12ാം ക്ലാസ് വരെ മതി. നവലിബറൽ മുതലാളിത്ത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മാത്രമായി മാറ്റുക. ഓക്കെ, നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് വേണം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് യു ക്യാൻ ഗോ ത്രൂ മൈ ആർട്ടിക്കിൾ. സോ ഇൻ ദിസ് ബ്രീഫ് ടൈം I can't explain that much. So there is a chadi in തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. So they are denying the right to education. So കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി കഴിയും തൊഴിൽ സ്കിൽ വേണം, സ്കിൽ ഡെവലപ്മെന്റ് വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബറോട് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഈ ഡിവിഷൻ ഓഫ് ലേബറാണ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം. അപ്പം അത്തരത്തിൽ ഉത്തരേന്ത്യയിലേക്കും മറ്റു പല പ്രദേശങ്ങളിലേക്കും ആളുകൾ അവരവരുടെ തൊഴിലിലേക്ക് തന്നെ പോകുവാനുള്ള ഗുരുതരമായിട്ടുള്ള അപകടം ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഫ്രെയിംവർക്ക് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ വളരെ ചെറിയായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ആരും വായിച്ചിട്ടില്ല, അത് വായിച്ചു നോക്കി. സോ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, have you ever seen a word reservation in that draft? I will just conclude. Just 2 minutes. So have you ever seen a word like reservation in national education policy draft? Reservation? ഇല്ല. അങ്ങനെ ഒരു വാക്യം നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മാർജിനലൈസേഷൻ സെക്ഷന്റെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു അഫർമേറ്റീവ് പോളിസിയാണ് റിസർവേഷൻ എന്നുള്ളത്. റിസർവേഷൻ എന്ന വാക്ക് നമ്മുടെ വിദ്യാഭ്യാസ കരട് രേഖയിലില്ല. ഒരു തുള്ളി പോലും നമുക്ക് ജസ്റ്റ് റിസർവ് എന്ന് പോലും റിസർവേഷൻ എന്ന വാക്ക് ആർക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഒരു വേദി സാധിക്കും വളരെ അക്കാഡമിക്കലായിട്ട് പോകണ്ടാണ്, പക്ഷേ ഐ ഷുഡ് സേ ദിസ് ബിഫോർ യു. കാരണം ഇത്തരം ഒരു വേദി കിട്ടുന്നത് പല കാര്യങ്ങളും പറയാൻ വേണ്ടി കഴിയും. കാരണം അല്ലെങ്കിൽ നമ്മളെ ആളുകൾ വന്ന് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റിയാലിറ്റിയെ കുറിച്ച് പറയാണ്ടിരിക്കുകയും ചെയ്യും. സോ അത്തരം സിറ്റുവേഷൻ എടുത്ത് രണ്ടാമത്തെ വാക്ക്, അതില്ലാത്ത വാക്ക് സെക്യുലർ എന്ന വാക്ക്. ദർ ഈസ് നോ സെക്യുലർ ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ്. സെക്യുലർ എന്നൊരു പ്രയോഗം, എന്നൊരു വാക്ക് അതിനകത്തില്ല. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ട പ്രയോഗം, അത് അവർക്ക് അറിയുകയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം ജെൻഡർ ജസ്റ്റിസ് എന്നുള്ളതാണ്. ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള പേര്, സോറി അത് പറയുന്ന പ്രശ്നമുണ്ട്. ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള വാക്ക് അതിനല്ല. പക്ഷേ നമ്മൾ തുടർച്ചയായി ഇന്നുച്ചയ്ക്ക് ശേഷവും കേട്ടുകൊണ്ടിരുന്ന കോമ്പിറ്റൻസി എന്ന വാക്ക് 118 തവണ അതിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനോട് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ
നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ST കേരളം വയനാട്ടിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. 79.68% കുട്ടികളാണ് വയനാട്ടിൽ പണി വിഭാഗത്തിൽ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നത്. വയനാട് ജില്ലയിലെ ആദിവാസി പണി വിഭാഗത്തിലെ ഒരു കുട്ടി ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വിഭാഗം, അവിടുത്തെ ഡോമിനന്റ് വിഭാഗം എന്ന് പറയുന്നത് ട്രൈബാണ്, ഗോൺ ട്രൈബുകളുടെ ട്രൈബ്. ആ കുട്ടിയും ഈ കുട്ടിയും ഒരേപോലെ കോമ്പീറ്റന്റ് ആവണമെന്നാണ് നമ്മുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്. ഐ ഹാവ് എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ഇൻ ദിസ് ഡ്രാഫ്റ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 7-8 pages. So I am just concluding that this is not just a draft. Like we all know that this is a kind of draconian law which they are going to implement. So far there has not been any kind of discussion in parliament. I have never heard any kind of discussion in the parliament, in the academic section, in the academic community. There was no discussion. It's just like some government order. You have to just implement this thing without any consultation, without any consideration, without any discussion. So we have to discuss NEP 2020 in detail and critically analyze it. So then only we can, move ahead towards a better education policy. Thank you. ആക്ച്വലി ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല വയനാട് ഇപ്പോൾ കുറേ കാലമായിട്ട് കോവിഡ് ആയതിനു ശേഷം വീട്ടിൽ തന്നെ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസൻറ്റേഷൻസും പേപ്പറും, ഈ അക്കാഡമിക് എക്സസൈസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസൻറ്റേഷൻ പേപ്പർ വർക്കുകൾ മറ്റ് അത് നമ്പർ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു പണി എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ഒരു മലയാളി ഓഡിയൻസും കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് നെർവസ് ആയിരിക്കും. സോറി. ഇതെന്താ വെച്ചാൽ പറഞ്ഞത് ഒരു PPT presentation ആയിരുന്നെങ്കിൽ it will be better. That's it. Thank you. No questions.
ഇപ്പോൾ തൽക്കാലം ഓഫാക്കാം. തൽക്കാലം ഓഫാക്കല്.